ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് പുഡിംഗ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് കാരമലൈസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലതുപോലെ കളർ ഇങ്ങനെ മാറിക്കിട്ടും. നല്ലതുപോലെ ബ്രൗൺ കളർ ആകാൻ പാടില്ല. ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മളിത് എടുക്കണം. നന്നായിട്ട് കളർ മാറിപ്പോയാൽ പിന്നെ ഇതൊന്ന് കഴിച്ചിട്ട് വരും. അപ്പോൾ കയ്പ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ലൈറ്റ് ഗോൾഡൻ കളറിൽ തന്നെ നമ്മളിത് എടുക്കണം. ഇതിപ്പോൾ ആ കളർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമ്മൾ ഏത് ട്രെയിലാണോ പുഡിംഗ് തയ്യാറാക്കുന്നത് അതിലേക്ക് പെട്ടെന്ന് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് തണുത്തിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ പെട്ടെന്ന് സെറ്റായി പോകും. അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നമ്മുടെ ആ ട്രേയുടെ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കി എടുക്കാം. ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 500 ml പാലാണ്. അപ്പോൾ പാൽ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചൂടായിട്ട് തിളച്ചിട്ട് വരണം. പാൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മീഡിയം അളവിലുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് അളവിൽ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് റവ. അപ്പോൾ വറുത്തതാണെന്നുണ്ടെങ്കിലും വറുക്കാത്തതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടി ചേർക്കുകയാണ്. അപ്പോൾ റവയും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ്, അത്രയും വേണ്ട, അതിന് മുന്നേ തന്നെ ഈ റവയെല്ലാം നല്ലതുപോലെ സോഫ്റ്റായിട്ടുണ്ടാവും. ഇത്രയും കട്ടിയായിട്ടാണ് നമുക്കിത് വേണ്ടത്. പാൽ നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ റവയെല്ലാം നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ ഈ പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടല്ലേ ഉള്ളത്, അത് ഒന്ന് ചെറുതായിട്ട് ഒരു ചെറിയ ചൂടോടുകൂടി ഒന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അത്രയും സമയം വരെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗളിൽ ഞാനിപ്പോൾ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വാനില എസൻസ് ചേർക്കുന്നതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാ പൊടി ചേർത്താലും മതിയാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തേക്കണം. അപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെറുതായിട്ട് തണുത്തിട്ടുള്ള നമ്മുടെ പാലിൻ്റെയും റവയുടെയും മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്പാച്ചില വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, നമ്മളെപ്പോഴും സ്വീറ്റ് വെക്കുമ്പോഴത്തേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർക്കില്ലേ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ട്രേയുടെ സൈഡിലെല്ലാം ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് സൈഡിലായിട്ട് കുറച്ച് ഇങ്ങനെ ബട്ടർ പുരട്ടി കൊടുത്തിട്ടുള്ളത്. താഴത്തായിട്ട് നമ്മൾ ബട്ടറൊന്നും പുരട്ടുന്ന ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത കാരമലൈസ് ആവിയിൽ ഇങ്ങനെ വെന്തിട്ട് വരുമ്പോഴത്തേക്കും അതെല്ലാം നല്ല വെള്ളം പോലെ ആകും, പെട്ടെന്ന് അത് ഇളകി വരും. ഇനി നമുക്ക് നമ്മുടെ മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവിയിൽ പെട്ടെന്ന് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് തട്ടിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിന് മുകളിൽ എന്തെങ്കിലും ഒരു തട്ടിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചെറിയ ഹോളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇത് മാറ്റുകയാണ്. അതിനുശേഷം അലുമിനിയത്തിൻ്റെ ഫോയിൽ വെച്ച് കവർ ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അലുമിനിയത്തിൻ്റെ ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, സാധാരണ ഒരു സ്റ്റീൽ തട്ടുകൊണ്ട് ഒന്ന് കവർ ചെയ്താൽ മതിയാവും. കാരണം നമ്മളിങ്ങനെ കവർ ചെയ്യണത് എന്തിനെന്ന് വെച്ചാൽ ഈ ആവിയിലുള്ള ഈ വെള്ളമെല്ലാം ഇതിന് മുകളിലേക്ക് വീഴാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ചെറിയ തട്ട് വെച്ച് ഇങ്ങനെ കവർ ചെയ്യുന്നത്.
എന്നാൽ ശരി, ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ആവിയിലിരുന്ന് നല്ലതുപോലെ ഇതൊന്ന് വെന്തിട്ട് കിട്ടട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മുടെ പുഡിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാൽ പുഡിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മളിതിങ്ങനെ കമഴ്ത്തി തട്ടുമ്പോഴത്തേക്കും ഈസി ആയിട്ട് അത് ഇളകി വരും. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് ഈ പാലും റവയെല്ലാം, എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ്. ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർ വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കുന്ന നല്ലൊരു പാൽ സ്വീറ്റ് പുഡിംഗാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടോടെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.